സർ നമസ്കാരം. നമസ്കാരം അബൌട്ട് ബേക്കർ. നമുക്ക് ഇന്ന് സാറിൻ്റെ അടുത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത് തിരുവനന്തപുരം നഗരത്തിൻ്റെ മുൻപുണ്ടായിരുന്ന ഗതാഗത സംവിധാനത്തിൽ ചില പ്രത്യേക സൗകര്യങ്ങളെക്കുറിച്ചാണ്. സർ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം വരെയോ മറ്റോ ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെയുള്ള അതിവേഗം പോകുന്ന ടെറാപ്ലെയിൻ എന്ന് പറഞ്ഞൊരു ബസ്. വാസ്തവത്തിൽ അന്നത്തെ കാലത്ത് ഉള്ള കേരള ട്രാൻസ്പോർട്ട് അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ അന്നത്തെ മിനിസ്റ്റർ ഇൻ ചാർജ്, ഞാൻ വാസ്തവത്തിൽ പേര് ഓർക്കുന്നില്ല, അതെ, ടെറാപ്ലെയിൻ എന്ന് ജയിക്കിരൻ പറഞ്ഞ ആ വണ്ടി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാലത്ത് നമുക്ക് ആൾറെഡി കണ്ണൂർ ഡിലക്സ് എന്നൊരു ബസ് ഉണ്ടായിരുന്നു. ഒരു സിനിമയൊക്കെ ആ പേരിലുണ്ട്, കണ്ണൂർ ഡീലക്സ്. കണ്ണൂർ ഒരു സിനിമ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ണൂർ വരെ ആളുകൾക്ക് സ്പീഡാണ് ആവശ്യം ഫോർ സം റീസൺ. അപ്പോൾ ആ സ്പീഡ് ഈ കണ്ണൂർ ഡിലക്സ് കിട്ടുകയില്ല. കാരണം അവർക്ക് ക്രൂ ചേഞ്ച്, അങ്ങനെ കുറേ അവർക്കൊരു ചെറിയ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അത് ഇന്നത്തെ കാലത്ത് അതെ, നിലത്തോടുന്ന ഒരു പ്ലെയിൻ, ഇതാണ് എൻ്റെ ടെറൈൻ പ്ലെയിൻ. ഇത് ഒരു സാധാരണ അന്ന് പിന്നെ നമുക്ക് രണ്ട് ബസ്സിൻ്റെ ചാസീസേ നമുക്ക് ഇന്ത്യയിലുള്ളൂ. അത് ഒന്ന് ടാറ്റ, മറ്റത് ലൈലയുടെ. ടാറ്റ എന്ന് പറയുന്നത് ഒരു അണ്ടർ ലൈസൻസ് മെർസിഡീസ് ബെൻസ്. അപ്പോൾ ഇത് മെർസിഡീസ് ബെൻസിൽ മറ്റാണ് അവർ ചെയ്തത് ആ ചാസിസിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറയാം, ഞാൻ അതിൽ യാത്ര ചെയ്തിട്ടില്ല. ശരി. കാരണം ഞാൻ കോഴിക്കോട് വർക്ക് കണ്ടിട്ടുണ്ടല്ലേ എത്രയോ പ്രാവശ്യം. ആരായാലും കയറി ഒന്ന് നോക്കിപ്പോകും. അത് നല്ല വെൽ കെപ്റ്റാണ്. അതായത് തുടച്ച് മിനുക്കി, അത് വെളിയിലായാലും ശരി അകത്തായാലും ശരി സ്പെഷ്യൽ കെയറാണ്. അതിനകത്ത് വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് ലേശം കൂടുതൽ ഹൈ ആണ്. അതിനേക്കാളും ചീപ്പാണ് ഈ പറഞ്ഞ ഡിലക്സ് എക്സ്പ്രസ്, കണ്ണൂർ ഡിലക്സ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് ടേക്സ് എ ലോങ്കർ ടൈം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18 സീറ്റ് മറ്റോ ഉള്ളൂ പാസഞ്ചറുണ്ട്. പിന്നെ ദർ ഇസ് എ ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റ് നമ്മുടെ പഴയ കാലത്തെ ട്രെയിനുള്ള പോലെ റോഡ് നീളെ ഇട്ടുപോകുന്ന സാധനമല്ല. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യൻ റെയിൽവേസ് കണ്ടെയ്നറിനകത്ത് ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു 10 വർഷത്തിന് ശേഷമാണ്. അതിനു മുമ്പ് എല്ലാം പാളത്തിൽ തന്നെ പോകും. ഇത് റോഡിൽ പോകാനൊക്കില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ഈ രാത്രിയാണ് ഇതിൻ്റെ ഓട്ടം. രാത്രി ഓടുന്നതിൻ്റെ പ്രത്യേകത ട്രാഫിക് കുറവാണ്. പിന്നെ ട്രാഫിക് കുറവാന്ന് പറയുമ്പം പെഡസ്ട്രിയൻ ട്രാഫിക്, മോട്ടോർ സൈക്കിൾ അപൂർവമാണ്, അപൂർവത്തിൽ അപൂർവം. കാറുകൾ കാണാനേ ഒക്കില്ല. ബാക്കിയുള്ള ലോറി ട്രാഫിക് ഇല്ല, പ്രാക്ടിക്കലി ഇല്ല. ഈ പറയുന്ന വടക്കേ ഇന്ത്യൻ മാനുഫാക്ചേർഡ് അല്ലെങ്കിൽ റാ മെറ്റീരിയൽ കൊണ്ടുവരുന്ന പരിപാടിയേ ഇല്ലല്ലോ. അറ്റ് ദ ബെസ്റ്റ് ഫ്രം തമിഴ്നാടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നൈറ്റ് ടൈം ട്രാവലിൻ്റെ ഒരു ഗുണം, യു ഡോണ്ട് വറി അബൌട്ട് ദ ടൈം. എനിവേ ഇറ്റ് ഈസ് ടൈം ടു റിട്ടയർ, രാത്രി ആയതുകൊണ്ട്. അതെ. അപ്പോൾ ഈ ബസ് എന്തുകൊണ്ടത് സ്റ്റോപ്പ് ചെയ്തു എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം കുറേ കഴിയുമ്പോൾ എല്ലാത്തിനും ഒരു ടേക്കേഴ്സ് വിൽ ബി ഒരു ഓപ്പറേഷണൽ കോസ്റ്റെങ്കിലും മീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് KSRTC ആണ് നമ്മൾ കരുതേണ്ടത്, പറയേണ്ടത്. കാരണം വേറെ ഇത്രയും സ്പീഡിൽ അല്ലെങ്കിൽ ഇത്തരം അറ്റാച്ച്ഡ് ബാത്തുള്ള ഒരു ബസ്സും തെക്കേ ഇന്ത്യ, തമിഴ്നാട്ടിൽ പോലും ഇല്ലായിരുന്നു. തമിഴ്നാട് അവിടെയാണ് ഏറ്റവും രസം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞുള്ള ഈ നമ്മൾ സമയം ലാഭിക്കുന്ന മുഴുവനും മിനിമൈസിങ് ദി സ്റ്റോപ്പാണ്. അതുകൊണ്ട് ഇത് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ തന്നെ നിൽക്കുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പറയുന്ന ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ സംതിങ് സിമിലർ ടു ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടങ്ങളിൽ മാത്രമേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. പിന്നെ ഈ പാസഞ്ചേഴ്സിന് ഏറ്റവും പ്രസ്സിംഗ് ആയിട്ടുള്ളൊരു നീഡാണ് ആരോഗ്യം റിലീസ് ചെയ്യാതെ, അതിനുള്ളത് അറ്റാച്ച്ഡുമാണ്. ഇത് ഒരു 4-3 വർഷം വളരെ അക്ലൈമോടുകൂടി ഓപ്പറേറ്റ് ചെയ്ത ഒരു പാസഞ്ചർ സംവിധാനമാണ്. അതുകൊണ്ട് അതിനകത്തുള്ള പാസഞ്ചേഴ്സ് മുഴുവൻ വളരെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആളുകൾ, ഹൈലി പ്ലേസ്ഡ് ഒഫീഷ്യൽസ്,
അങ്ങനെയുള്ളവർ മാത്രമേ കാണുള്ളൂ.